ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ പോകുന്നത് മിസ്വ തലബ്രിയനിലേക്കാണ്. അപ്പോൾ നിസ്വ സൂക്കിൽ നിന്ന് മിസ്വ തലബ്രിയൻ വരെ 55 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഏകദേശം 53 മിനിറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ മസ്കറ്റിൽ നിന്നാണെങ്കിൽ 208 കിലോമീറ്റർ ഉണ്ട്. 2 hours 18 minutes ആണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ വളരെ പഴക്കമാർന്ന ഒരു വില്ലേജാണത്. മസ്കറ്റ് ഒമാനിൽ തന്നെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു വില്ലേജാണ് മിസ്വ തലബ്രിയാൻ. അപ്പോൾ അവിടെ ഒരുപാട് പഴയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ വാനീസ് കിച്ചൻ. അപ്പോൾ നമ്മൾ മിസ്വയിലാണ് ഇപ്പോൾ പോണത്. നമുക്ക് രണ്ടടിക്കാനും കുറേ സ്ഥലങ്ങളുണ്ട്. പായൽ രണ്ടും നമ്മ ഒരു രണ്ടടിക്കാൻ രണ്ടൊക്കെ അടിച്ച് നമ്മ അവിടെ കിടന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് വരും. ഈ മലയൊക്കെ കണ്ടോ? ചില മലയില് ആൾക്കാർ പൂവ ചെയ്തിട്ടുണ്ട്. അത് കണ്ടോ? ക്ലൗഡ് ഇരിക്കണേ മലയുടെ മേളിൽ. അപ്പോഴും നമ്മ ഇന്ന് എവിടെയായിരുന്നു നമ്മ? അപ്പൊ നമ്മ പോണേന് ഭയങ്കര ദൂരാണ്. ഭയങ്കര പൊക്കത്തിലാണ് നമ്മ നിക്കണത്. അപ്പൊ എന്റെ ഫ്ലൈറ്റില് നിക്കണേ നമ്മ ഓക്കെ എടുക്കണ്ട. എവിടെ എന്റെ ക്യാപ്പ് എടുത്താ?
ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ വണ്ടികളാണ് ഈ സൈഡിലെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നത്. കൂടുതലും നല്ല തണുപ്പ് ടൈമിൽ വരുന്നതായിരിക്കും. നവംബർ, ഡിസംബർ, ജനുവരി ടൈമുകളിൽ വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാര്യം ഈ സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി കുറേ മലമുകളിൽ ഇങ്ങനെ താഴ്ന്ന കയറിയൊക്കെ ഇറങ്ങി വരുമ്പോഴേക്കും ചൂട് ടൈമാണെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. തണുപ്പ് ടൈമാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഓരോ സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി കണ്ടുവരുമ്പോൾ ആ ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യില്ല. ഇത് താഴത്തുനിന്ന് വളരെ ഹൈറ്റിലുള്ള ഒരു പ്രദേശമാണിത്. മലയുടെ മുകളിലാണ് ഈ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കുറേ പഴയ ബിൽഡിങ്സുകളൊക്കെ ഉണ്ട്. കല്ലും മണ്ണും കൊണ്ടൊക്കെ നിർമ്മിച്ച ഒരുപാട് ബിൽഡിങ്സുകളുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മച്ചിയും അപ്പച്ചനും അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. കയറി വന്ന സ്ഥലത്ത് തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞ കാര്യം. അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഇങ്ങനെ നടന്ന് വരാനായിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മാത്രമാണ് പോയി കാണുന്നത്. അതുപോലെ ഒരുപാട് ഹോട്ടലുകളുണ്ട് കേട്ടോ. പുതിയ ഒരുപാട് ഹോട്ടലുകളും കഫേ, അതുപോലെ തന്നെ സ്റ്റേ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. ദൂരെ നിന്ന് വരുന്ന യാത്ര ചെയ്യുന്നവർക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഫുഡും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു വില്ലേജാണ് ഇത്. ഒരുപാട് ഈ വീക്കെൻഡ് ടൈമൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. ഇട ദിവസങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, അധികം തിരക്കുണ്ടാവില്ല. അത് അപ്പച്ച, അതെ റിസോർട്ടാണ് അപ്പച്ച. അവിടെയൊക്കെ ഹോം സ്റ്റേ റിസോർട്ടൊക്കെയാണ്. അപ്പോൾ ഒരുപാട് പഴയ ബിൽഡിങ്സുകളാണ് ഇവിടെ ഉള്ളത്. 200ഓളം വർഷം പഴക്കമുള്ള ബിൽഡിങ്സുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. എല്ലാം ഈ കരിങ്കല്ലൊക്കെ കൊണ്ട് മണ്ണുമായിട്ട് നിർമ്മിച്ചുള്ള ബിൽഡിങ്സുകളാണ്. കുറേ ബിൽഡിങ്സുകളല്ല, അത് കുറേ ഹോട്ടലുകൾ, കഫേ അങ്ങനെയൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ 2000 വർഷം പഴക്കമുള്ള ഫലജ് ഉണ്ട് ഇവിടെ. എന്നുവെച്ചാൽ നാച്ചുറലായിട്ട് മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന നീരുറവയുണ്ട് ഇവിടെ. ആ ഒരു വെള്ളമാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കൃഷികൾക്കായിട്ടെല്ലാം ഉപയോഗിക്കുന്നത്. ഇല്ലല്ലോടാ.
ഓക്കെ. അതുപോലെ തന്നെ ഇറങ്ങുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കണം. ചില കല്ലുകളൊക്കെ ഇത്തിരി സ്ലിപ്പ് ആവുന്നുണ്ട്. കാര്യം വെള്ളമൊന്നും ഉണ്ടായിട്ടല്ല, ഒരുപാട് ടൂറിസ്റ്റൊക്കെ വരുന്ന സ്ഥലമായതുകൊണ്ട് ഇങ്ങനെ നടന്ന് തന്നെ എല്ലാ കരിങ്കല്ലും കുറച്ചൊന്ന് ഇങ്ങനെ സ്ലിപ്പായി പോകുന്ന പോലെയുണ്ട്. സൈഡിൽ കൂടെ പോയാൽ മതി. നല്ല തണുപ്പുള്ള ടൈമൊക്കെ ആണെങ്കിൽ ആ ടൈമിനൊക്കെ വന്നിരുന്ന് നല്ല റിലാക്സ് ചെയ്ത് ഫാമിലിയുടെ ഒക്കെ ഒപ്പം ഇരുന്ന് നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലമാണ്. ഒമാനിലുള്ളവരാണെങ്കിൽ വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നല്ല ഒരു സ്ഥലമാണ് ഇത്. അവർ കുക്ക് ചെയ്യണോ ചേച്ചി? ആ ദേ ഇതൊക്കെ കണ്ട പശു. മമ്മി ദേ ഇത് പശു തൊഴുത്താണിത്. പശു അല്ലട്ടോ. അതേ എന്താണ് സാധനം നോക്കി അതിൻ്റെ ഉള്ളിൽ. നിങ്ങൾ ഡോങ്കിനൊന്നും കണ്ടില്ലല്ലോ. ഡോങ്കി ഉണ്ടായിരുന്നു.
ഇറങ്ങി. For sale. ايوه കേരള അല്ല അയാൾ ഡോർ തുറന്ന് കയറി പോയതുണ്ടോ? റൂമുണ്ടല്ലേ? ഇതെല്ലാം ആൾക്കാർ താമസിക്കുന്നുണ്ടല്ലോ ഇവിടേക്ക്. ഇവിടെ ഇതൊക്കെ അതേപോലെ റെന്റിന് കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ മസ്കറ്റിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ പുറത്തേക്ക് പോകാനായിട്ടുള്ള വഴി ചോദിക്കുകയാണ്. കാര്യം എല്ലാം നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ കുറച്ച് കൺഫ്യൂഷനാവും എങ്ങനെയാണ് പോകുന്നതെന്ന്. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ ഒരുപാട് മലയാളി ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേരെ കാണാനായിട്ട് സാധിച്ചു. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.